അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മധ്യസ്ഥതയിൽ രൂപപ്പെട്ട പുതിയ US-ഇറാൻ ധാരണാപത്രത്തിന് പിന്നാലെ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വൻ അണിയറ നീക്കങ്ങൾ സജീവമാകുന്നു. തങ്ങളുടെ ആണവ നിലയങ്ങൾ പരിശോധിക്കാനും യുറേനിയം സമ്പുഷ്ടീകരിക്കാനും ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ കണ്ടെത്താനും യുഎന്നിന്റെ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി IAEA ഇറാൻ ഔദ്യോഗികമായി ക്ഷണിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രത്യേക ദൂതനായ സ്റ്റീവ് വിറ്റ്കോഫ് അമേരിക്കൻ ജനപ്രതിനിധികൾക്ക് നൽകിയ രഹസ്യ ബ്രീഫിംഗിലാണ് ഈ അത്യന്തം നിർണായകമായ വിവരങ്ങളുള്ളത്. അടച്ചിട്ട മുറിയിൽ നടന്ന ഈ ചർച്ചകളുടെ വിവരങ്ങൾ അസോസിയേറ്റഡ് പ്രസ്സാണ് പുറത്തുവിട്ടത്. US-ഉം ഇറാനും തമ്മിൽ ഒപ്പുവെച്ച ധാരണാപത്രത്തിൽ മറ്റ് രഹസ്യ ഇടപാടുകളൊന്നും തന്നെയില്ലെന്ന് വിറ്റ്കോഫ് US കോൺഗ്രസ് നേതൃത്വത്തെയും ദേശീയ സുരക്ഷാ സമിതികളെയും ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇതിന്റെ ഭാഗമായി ഇറാനും UN ആണവ ഏജൻസിയും തമ്മിൽ പ്രത്യേകമായ ഒരു കത്ത് കൈമാറിയിരുന്നു. IAEA ഡയറക്ടർ ജനറൽ റാഫേൽ ഗ്രോസിക്ക് ഇറാൻ അയക്കുന്ന ഈ കത്ത് വഴി അമേരിക്കൻ ആണവ ഇൻസ്പെക്ടർമാർക്കുൾപ്പെടെ ടെഹ്റാനിലെ ആണവ കേന്ദ്രങ്ങളിൽ നേരിട്ടെത്തി പരിശോധന നടത്താൻ സാധിക്കുമെന്നാണ് വ്യക്തമാകുന്നത്. ഇതോടെ ഇറാന്റെ ആണവ രഹസ്യങ്ങളിലേക്ക് നേരിട്ട് കടന്നു ചെല്ലാൻ അമേരിക്കയ്ക്ക് വഴി തുറക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതേസമയം ഈ വരുന്ന വാരാന്ത്യത്തിൽ സ്വിറ്റ്സർലൻഡിൽ വെച്ച് US-ഉം ഇറാനും തമ്മിൽ നടക്കാനിരിക്കുന്ന നിർണായക ചർച്ചകൾക്ക് മുന്നോടിയായി ലെബനനിലും ചില സുപ്രധാന രാഷ്ട്രീയ നീക്കങ്ങൾ നടക്കുന്നുണ്ട്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ധാരണാപത്രത്തെയും ട്രംപിന്റെ സമാധാന ആഹ്വാനത്തെയും സ്വാഗതം ചെയ്തുകൊണ്ട് ലെബനൻ പാർലമെന്ററി സ്പീക്കർ നബീഹ് ബെറി രംഗത്തെത്തിയിട്ടുണ്ട്. ലെബനൻ സർക്കാരും ഹിസ്ബുള്ളയും ഇസ്രായേലുമേലുള്ള വെടിനിർത്തൽ കരാർ പൂർണ്ണമായും പാലിക്കാൻ പ്രതിജ്ഞാബദ്ധരാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. സ്പീക്കർ നബീഹ് ബെറി നേരിട്ട് ഹിസ്ബുള്ളയുടെ പ്രതിനിധി അല്ലെങ്കിലും അദ്ദേഹം നേതൃത്വം നൽകുന്ന ഷിയ അമൽ പ്രസ്ഥാനം കാലങ്ങളായി ഹിസ്ബുള്ളയുടെ അടുത്ത സഖ്യകക്ഷിയാണ്. അതുകൊണ്ട് തന്നെ ലെബനൻ ഭരണകൂടത്തിന് ഹിസ്ബുള്ളയുമായി ആശയവിനിമയം നടത്താനുള്ള പ്രധാന പാലമായി പ്രവർത്തിക്കുന്നത് ഇദ്ദേഹമാണ്. US-ഇറാൻ ചർച്ചകൾക്ക് കരുത്തു പകരാൻ വെടിനിർത്തലുമായി മുന്നോട്ടു പോകുമെന്നാണ് ബെറി നൽകുന്ന ഉറപ്പ്. എന്നാൽ ഈ നീക്കങ്ങൾക്കിടയിലും ഇസ്രായേലിന്റെ നിലപാട് മേഖലയിൽ കടുത്ത ആശങ്ക ഉയർത്തുന്നുണ്ട്. ട്രംപിന്റെ ആഹ്വാനത്തിന് പിന്നാലെ ലെബനനുമായുള്ള വെടിനിർത്തൽ കരാർ പാലിക്കാൻ രാജ്യം സന്നദ്ധമാണെന്ന് അമേരിക്കയിലെ ഇസ്രായേൽ അംബാസിഡർ യെഹിയേൽ ലൈറ്റർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഹിസ്ബുള്ള കരാർ ലംഘിക്കാതിരുന്നാൽ ഇസ്രായേലും അത് പാലിക്കും. എന്നാൽ തങ്ങളുടെ രാജ്യത്തിന് നേരെയോ പൗരന്മാർക്ക് നേരെയോ ഉണ്ടാകുന്ന ഏത് ആക്രമണത്തെയും പ്രതിരോധിക്കാനും തിരിച്ചടിക്കാനുമുള്ള അവകാശം ഇസ്രായേലിനുണ്ടെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഇവിടെയാണ് ഏറ്റവും വലിയ തർക്കം നിലനിൽക്കുന്നത്. അമേരിക്കയും ഇറാനും ഒപ്പുവെച്ച ധാരണാപത്രത്തിൽ ലെബനനിലെ സൈനിക നടപടികൾ അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിലും തങ്ങൾ ആ കരാറിന് ബാധ്യസ്ഥരല്ലെന്നാണ് ഇസ്രായേലിന്റെ നിലപാട്. ലെബനനും അമേരിക്കയുമായി തങ്ങളുണ്ടാക്കിയ വെടിനിർത്തൽ മാത്രമേ പാലിക്കൂ എന്നാണ് ഇസ്രായേൽ വ്യക്തമാക്കുന്നത്. മാത്രമല്ല, ഹിസ്ബുള്ളയെ നേരിടാൻ തെക്കൻ ലെബനനിൽ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് നിർമ്മിച്ച വിശാലമായ ബഫർ സോണിൽ നിന്നും സൈന്യത്തെ പിൻവലിക്കില്ലെന്ന സൂചനയാണ് ലൈറ്റർ നൽകുന്നത്. ഹിസ്ബുള്ളയ്ക്കെതിരെയുള്ള ഇസ്രായേലിന്റെ ആക്രമണങ്ങളെ അമേരിക്ക പരസ്യമായി വിമർശിക്കുന്നുണ്ടെങ്കിലും സ്വയം പ്രതിരോധിക്കാനുള്ള ഇസ്രായേലിന്റെ അവകാശത്തെ അവർ പിന്തുണയ്ക്കുന്നുണ്ട്. എന്നാൽ അടച്ചിട്ട മുറികളിൽ നടക്കുന്ന ചർച്ചകളിൽ ലെബനനിൽ നിന്നും സൈന്യത്തെ പിൻവലിക്കാൻ അമേരിക്ക ഇസ്രായേലിനോട് ആവശ്യപ്പെടുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ഇസ്രായേൽ ഇത് പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. ഇസ്രായേൽ സൈന്യം ലെബനനിൽ തുടരുന്നത് US-ഇറാൻ ധാരണാപത്രത്തിന്റെ ലംഘനമാണെന്ന് ഇറാനും വാദിക്കുന്നു. വരും ദിവസങ്ങളിൽ സ്വിറ്റ്സർലൻഡിൽ നടക്കുന്ന ചർച്ചകൾ മധ്യേഷ്യയുടെ ഭാവി നിർണ്ണയിക്കുന്നതിൽ അതീവ നിർണായകമാകും.